നമസ്കാരം. എൻ്റെ അമ്മ ഇമ്മാതിരി പ്രൊമോ ഇഷ്ടപ്പെട്ട ലാലേട്ട, ഇഷ്ടപ്പെട്ടു. ആ വട്ടൻ ആര്യന് കൊടുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്രയും സീസണുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 7ാമത്തെ സീസണായി. 2ാമത്തെ സീസൺ തൊട്ട് ഞാൻ റിവ്യൂ പറയാണ്. ഇതുവരെക്കാര് ഒരു കണ്ടസ്റ്റന്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ അത്രയ്ക്ക് ദേഷ്യം ലാലേട്ടന്റെ മുഖത്തുണ്ട്. മാസം നല്ല മാസ്ക ബാപ്പ് എന്ന് പറയണം ലാലേട്ടനെ. അമ്മാതിരി അടിച്ചണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ആര്യനാണ് ഔട്ടായെന്ന് പറയപ്പെടുന്നു. എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കിട്ടിയെങ്കിൽ ഞാൻ ഇടാം, കേട്ടല്ലോ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, എങ്കിൽ ഞാൻ ഇടാം. ഈ വീഡിയോ കിട്ടുന്നവരെ എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല, എങ്കിലും ആര്യൻ ഔട്ടായെന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ആ ഒരു പ്രൊമോ നമുക്കൊന്ന് കണ്ടിട്ടിരിക്കാം. എന്റെ പള്ളി 1.5 പ്രൊമോ. ആര്യനെല്ലാം ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഹെൽമെറ്റ് വെക്കണമെന്ന് ചോദിക്കുമ്പോൾ കുളിക്കുമ്പോ വെക്കണം, പിന്നെ കിടക്കുമ്പോ വെക്കണം എന്നൊക്കെ ചോദിച്ചാൽ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ്. ആര്യൻ എല്ലാം ഇപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഹെൽമെറ്റ് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ കിടക്കുമ്പോ വെക്കണോ കുളിക്കുമ്പോ വെക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനും ബുദ്ധിയുള്ള ഒരാളാണ്, എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതേ, ഞാൻ ബുദ്ധിയുള്ള ലേശം ബുദ്ധി എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ആര്യൻ അവിടെ കുനിയുന്നുണ്ട്. ബാക്കി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്ക് തിരിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്ക് ബുദ്ധിയുണ്ട്, എന്നെ ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് എന്നാൽ ലാലേട്ടൻ പറയുന്നത്. എനിക്ക് തിരിച്ചു പറയാൻ അറിയാം എന്ന് പറയുമ്പോൾ കുളിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എന്ന് ലാലേട്ടനോട് ഈ വട്ട് ആര്യം പറയുന്നുണ്ട്. എന്നോട് ചോദിച്ചു എന്ന് ലാലേട്ടൻ പറയുന്നു. മാസ് എന്നോട് ചുണ ഉണ്ടെങ്കിൽ കളിടാ, നീ കളി, ഞാൻ തിരിച്ചു കളിച്ചോളാം എന്നാ പറയുന്നത്. ചുണ ഉണ്ടെങ്കിൽ നീ എന്നോട് കളി, ഞാൻ തിരിച്ചു കളിച്ചോളാം. അത്യാവശ്യം ഒരാളുടെ റിഫ്ലക്ഷൻ മനസ്സിലാക്കാം. അതുകൊണ്ടല്ലോ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കും. അപ്പൊ മര്യാദക്ക് കളിക്കും. മലയാളം സീസൺ ഇതിന്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടാ. ഈ പ്രൊമോ അത്യാവശ്യം ഒരാളുടെ റിഫ്ലക്ഷൻ കാണുമ്പോൾ എനിക്ക് അറിയാൻ സാധിക്കും. അവിടെ പറയുമ്പോൾ നമ്മുടെ ജിസേലിന്റെ മുഖം പോകുന്നുണ്ടോ, അതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ കൊണ്ടിരുത്തി. അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് കളിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ പണി തരും എന്നാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞത്. നല്ല ഫയർ കൊടുക്കുന്നുണ്ട്. കാരണം ഇവൻ കുളിക്കുമ്പോൾ എന്നുള്ളത് ലാലേട്ടനോടല്ല, അവിടെ ഇരുന്ന് സംസാരിച്ചു. കുളിക്കുമ്പോഴും വെക്കണോ എന്ന് നമ്മൾ സംസാരിച്ചു. അത് ലാലേട്ടന്റെ ഡയറക്റ്റ് അല്ല ചോദിച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അവിടെയുള്ള ആൾക്കാർ സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്നത് ലാലേട്ടൻ്റെ സംസാരിക്കും പോലെ തന്നെയാണ്, അതിന് വേറെ മാറ്റമില്ല. മനസ്സിലായോ? അതുപോലെ ഇതിന് പല പ്രാവശ്യം അപ്പാനെ എടുത്ത് പോയി പറയുമ്പോഴും അവന്റെ ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ ഇന്നലത്തെ ലൈവിൽ ഇതുപോലെ അങ്ങനെ ഞാൻ പേടിക്കണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അവന്റെ അണ്ണാക്കിൽ കൊടുത്ത ഒരു എപ്പോഴും അവന്റെ ഇപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടോ, ഇപ്പോഴും അവന്റെ ബോഡി ലാംഗ്വേജിൽ അഹങ്കാരം ഉണ്ട്. അഹങ്കാരം തുളുമ്പി തന്നെയാണ് അവൻ ഇപ്പോഴും സംസാരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനെ ഇവിടുന്ന് പറഞ്ഞും കൂടി വിട്ടു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പും എല്ലാം പൊളി. അവന്റെ അഹങ്കാരം വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഇരിപ്പുണ്ട്, മനസ്സിലാവും. വെളിയിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഹെയ്റ്റ്സ് ആണ് വാരി കൂട്ടിയെന്നുള്ളത്. അവന് ചെറിയ മെന്റലാണ്. ഇപ്പോഴും ഞാൻ അന്നേ പറയുന്നു, ഇവന് ചെറിയ അവന്റെ പിരി പോയി കിടക്കുക അവൻ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.